വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററായ ജിന്ദഗി കാ സഫർ എന്നതാണ്. ജീവിത യാത്ര എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതൊരു ഹൈക്കു കവിതയാണ്. ജപ്പാനിലെ ഒരു കവിതാ രൂപമാണ് ഹൈക്കു. ഹൈക്കു കവിതകളിൽ 3 വരികൾ മാത്രമാണുള്ളത്. ആദ്യത്തെ വരിയിൽ 5 അക്ഷരങ്ങളും രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരങ്ങളും മൂന്നാമത്തെ വരിയിൽ 5 അക്ഷരങ്ങളുമാണ് ഇതിൽ വരുന്നത്. 5, 7, 5 എന്ന ക്രമത്തിലാണ് ഇതിൻ്റെ വരികളിൽ അക്ഷരങ്ങൾ വരിക. ടോട്ടൽ 17 അക്ഷരങ്ങളാണ് ഹൈക്കു കവിതകളിൽ ഉള്ളത്. കുറഞ്ഞ അക്ഷരങ്ങൾ കൊണ്ട് ആഴത്തിലുള്ള അർത്ഥങ്ങൾ വ്യക്തമാക്കുന്നവയാണ് ഹൈക്കു കവിതകൾ. ഹൈക്കു കവിത പഠിക്കാം. ആദ്യത്തെ കവിത എഴുതിയത് സുരംഗമ യാദവ് ആണ്. നോക്കാം. सूखा या भाड़ साहब के आंगन सदा पुहार. സൂഖ യാ ഭാഡ്. സൂഖ എന്നാൽ വരൾച്ച, ഭാഡ് വെള്ളപ്പൊക്കം, പ്രളയം എന്നൊക്കെ അർത്ഥം. സാഹബ് കെ ആംഗൻ. സാഹബ് യജമാനൻ, മുതലാളി, പണക്കാരൻ എന്നൊക്കെ അർത്ഥം വരും. ആംഗൻ മുറ്റം. സദാ പുഹാർ. സദാ എപ്പോഴും, എല്ലായ്പ്പോഴും. ഫുഹാർ. ഫുഹാർ എന്നതിൻ്റെ അർത്ഥം ചെറിയ തുള്ളി എന്നാണ്. ഇതിൻ്റെ മീനിങ് വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും യജമാനൻ്റെ മുറ്റത്ത് ചെറിയ തുള്ളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നതാണ്. ഇതിന് ആന്തരികമായ അർത്ഥങ്ങൾ കൂടിയുണ്ട്. എത്രയധികം വെള്ളപ്പൊക്കവും പ്രളയവും ഉണ്ടായാലും യജമാനന്മാർ, അതായത് വലിയ വലിയ ആൾക്കാരെ അത് ബാധിക്കുന്നില്ല. എപ്പോഴും പാവപ്പെട്ടവരെ മാത്രമാണ് ബാധിക്കാറുള്ളത്. വലിയ വലിയ ആൾക്കാർക്ക് അത് ചെറിയ വെള്ളത്തുള്ളികൾ മാത്രമായിരിക്കും. വളരെയധികം വെല്ലുവിളികളും പ്രതിസന്ധികളും എപ്പോഴും പാവപ്പെട്ട ആളുകൾക്ക് മാത്രമായിരിക്കും അധികവും ഉണ്ടാവാറുള്ളത്. വലിയ ആളുകളെ സംബന്ധിച്ച് അതൊരു ചെറിയ വെള്ളത്തുള്ളികൾ പോലെ അത്രയും നിസ്സാരമാണ്. പണക്കാർക്ക് എപ്പോഴും എന്തു വന്നാലും നിസ്സാരമായിരിക്കും. ധനികരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാധിക്കാറില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ഡോക്ടർ ഗോപാൽ ബാബു ശർമാക്കി കവിതയാണ്. പിതാനെ ഢൂണ്ടി ലാഠിയാം ബുഢാപ്പേക്ക് ദീക്തി നെഹി. പിതാനെ അച്ഛൻ, ഢൂണ്ടി അന്വേഷിച്ചു, ലാഠിയാം വടി, ബൂഢാപ്പേക്ക് വാർദ്ധക്യത്തിലെ വടി അച്ഛൻ അന്വേഷിച്ചു, ദീക്താനിഹി എവിടെയും കണ്ടില്ല. അച്ഛൻ വാർദ്ധക്യത്തിൽ ഒരുപാട് സഹായം തേടി, സഹായം അന്വേഷിച്ചു, പക്ഷേ ആരും സഹായിച്ചില്ല, എവിടെയും സഹായം ലഭിച്ചില്ല. വാർദ്ധക്യത്തിൽ ആരും സഹായിക്കാനില്ല, മക്കളൊന്നും സഹായിക്കാനില്ല, ആരും സഹായിക്കാനില്ലാത്ത ഒരു അച്ഛൻ്റെ അവസ്ഥയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അടുത്തത് കമല നികുർപ്പ എഴുതിയ ഒരു കവിതയാണ്. നോക്കാം. ഢൂണ്ടത്തെ രഹി ബർഫീലി നഗരി മീം നേഹ് കി ആഞ്ച്. ഢൂണ്ടത്തെ രഹി അന്വേഷിച്ചുകൊണ്ടേ ഇരുന്നു. ബർഫീലി നഗരീമേം. ബർഫീലി എന്നാൽ മഞ്ഞുമൂടിയ, നഗരീമേം നഗരത്തിൽ. അന്വേഷിച്ചുകൊണ്ടേയിരുന്നു മഞ്ഞുമൂടിയ നഗരത്തിൽ. നേഹ് കി ആഞ്ച്. നേഹ് കി ആഞ്ച് എന്നതിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെ ചൂട്. സ്നേഹത്തിൻ്റെ ചൂടിനായി മഞ്ഞുമൂടിയ നഗരത്തിൽ അന്വേഷിച്ചുകൊണ്ടേ ഇരുന്നു. ഇവിടെ കവയത്രി പറയുന്നത് സ്നേഹത്തിൻ്റെ ചൂടിനായി, കുറച്ച് സ്നേഹത്തിനായി അവിടെയെല്ലാം അന്വേഷിച്ചുകൊണ്ടേ ഇരുന്നു. നിഷ്ഠൂരമായ ഈ ലോകത്തിൽ സ്നേഹത്തിൻ്റെ ചൂട് അന്വേഷിക്കുകയാണ് കവയത്രി. പക്ഷെ എവിടെയും സ്നേഹം കണ്ടെത്താനാവുന്നില്ല.